ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ഇതിലൊരു സീക്രട്ട് റെസിപ്പി ഉണ്ട്, അത് ഞാൻ എന്താ നിങ്ങളെ കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ വരഞ്ഞ് കൊടുക്കാം. വലിയ കഷ്ണം കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി വരഞ്ഞു കൊടുക്കാം. 4 കഷ്ണം മതിയാവും. ഒരു കോഴി, അതായത് ഒരു ചിക്കൻ നമുക്ക് 4 പീസായിട്ടാണ് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത്. മസാല ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് മസാല പുരട്ടി കൊടുക്കാം. അതിനു മുമ്പ് മസാലയിൽ എന്തൊക്കെയാണ് ചേർന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ. ഒരു 10-20 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. വറ്റൽമുളകിൻ്റെ ഉള്ളിലെ കുരു കളഞ്ഞാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി 4 അല്ലി, ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് ഇട്ട് കൊടുക്കാം. മുഴുവൻ കുരുമുളക് കേട്ടോ. പെരുംജീരകം 1 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. വലിയ ജീരകമില്ലേ, പച്ച കളർ, അത് 1 ടീസ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. കണ്ടോ, നല്ല പോലെ നമ്മൾ അരച്ചെടുത്തു. ഇനി നമ്മൾ ഒരു സ്പെഷ്യൽ റെസിപ്പി ഇടാൻ പോകുന്നുണ്ട്. ഇതെന്താ അറിയോ? വേപ്പില ഉണക്കി പൊടിച്ചത്. വേപ്പില ഉണക്കി പൊടിച്ചതെന്ന് പറയുമ്പോൾ നമ്മൾ പച്ചയോടുകൂടി തന്നെ വേപ്പില എടുത്തിട്ട് ഒരു ചീനച്ചട്ടിയിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി ഉണക്കിയെടുക്കുക. അതിനുശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കുക. അത് പൊടിച്ച് നമുക്കൊരു 3 ടീസ്പൂൺ അളവിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ 3 പിഞ്ച് അളവിൽ കായ ഇട്ട് കൊടുത്തു. കായപ്പൊടിയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഉപ്പ് പാകം ചേർത്തിട്ട് കൊടുത്തു. ചെറുനാരങ്ങ ഒരെണ്ണം പിഴിഞ്ഞു കൊടുക്കാം. ഈ കരിവേപ്പിലപ്പൊടി ഭയങ്കര ടേസ്റ്റാട്ടോ, നല്ല രുചിയാണത്. അപ്പോൾ അത് ചിക്കനിലും ഫിഷിലും ഒക്കെ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുരട്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുത്ത ശേഷം നല്ല പോലെ മിക്സ് ചെയ്ത് ചേർക്കാം. കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ മതിയാകും ഒലിവ് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഈ മസാലക്കൂട്ടിൽ നല്ല പോലെ മിക്സ് ചെയ്ത് ചേർത്തിട്ട് ഈ മസാലക്കൂട്ട് നമുക്ക് നന്നായിട്ട് കട്ടിയിൽ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ പുരട്ടി കൊടുക്കാം. ചിക്കനോ അല്ലെങ്കിൽ മീനോ എന്താണോ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അതിൽ പുരട്ടി കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് നല്ല കട്ടിയിൽ തന്നെ പുരട്ടി കൊടുക്കണേ. അതിനുശേഷം അരമണിക്കൂർ നമുക്കിത് റെസ്റ്റിന് വയ്ക്കാം. മാരിനേറ്റ് ചെയ്ത ശേഷം അരമണിക്കൂർ റെസ്റ്റിന് വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അത്യാവശ്യം നല്ലപോലെ എണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം അതിലേക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ഏതെണ്ണയാണോ നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ എടുക്കാം. എണ്ണ നല്ല പോലെ ചൂടാകുമ്പോഴേക്കും ഈ കഷ്ണം മുഴുവനായിട്ട് തന്നെ നമുക്ക് പിറക്കിയിട്ട് കൊടുക്കാം. വലിയ കഷ്ണമാണ്, നമ്മൾ ചാർക്കോളൊക്കെ ചെയ്യാൻ എടുക്കുമല്ലോ, അതുപോലെ തന്നെ വലിയ കഷ്ണമായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് ചൂടായ എണ്ണയിലേക്ക് പിറക്കിയിട്ട് കൊടുത്ത ശേഷം ചെറുതീയിൽ നമുക്ക് നല്ല പോലെ വേവിച്ചെടുക്കാം. ആദ്യം നന്നായി ഒന്ന് വേവിച്ചെടുത്ത ശേഷമാണ് നമ്മളിത് മൊരിയിച്ചെടുക്കുന്നത്. 2 പിടി കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പിലയ്ക്ക് ഇത്ര നല്ലൊരു സ്വാദുണ്ടെന്ന് ഈ റെസിപ്പി ഞാൻ പരീക്ഷിച്ച ശേഷമായിട്ട് എനിക്ക് മനസ്സിലായത്. ഇനി അടച്ചു മൂടി വെച്ച് നമുക്ക് പതുക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. ചെറു തീയിലിട്ട് വേവിച്ചാൽ മതി, കാരണം ചിക്കൻ ആദ്യം നന്നായി വെന്ത് കിട്ടണം. അതിനുശേഷമാണ് നമ്മൾ മൊരിയിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആദ്യം വേവണം. ചിക്കൻ വേവാതെ നല്ല ഫ്ലെയിമിലിട്ട് നമ്മൾ മൊരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ വെന്ത് കിട്ടട്ടെ. കണ്ടോ, തിരിച്ചു മറിച്ച് ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്നു നോക്കി. അതിനുശേഷം തിരിച്ചിട്ടു. നല്ല പോലെ മൊരിഞ്ഞ് വരിക കേട്ടോ.
നമുക്ക് മീനൊക്കെ ഇങ്ങനെ നല്ലപോലെ വറുത്തെടുക്കാൻ പറ്റും. വലിയ മീനുണ്ടല്ലോ, ദശ കട്ടിയുള്ള മീനൊക്കെ ഈ ഒരു മസാല കൂട്ടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല സ്വാദായിരിക്കും. എല്ലാം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ഏകദേശമൊക്കെ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്തിരി തീ കൂട്ടി കൊടുക്കാം. നല്ലപോലെ മൊരിഞ്ഞ് വരട്ടെ. നന്നായി മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നല്ല ശബ്ദമൊക്കെ കേട്ടോ. ഇപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം. അധിക സമയം നമ്മൾ ഒരു സൈഡ് തന്നെ ആക്കി ഇട്ട് കൊടുക്കരുത്. വേഗം നമ്മൾ 2-3 മിനിറ്റിൽ നമ്മൾ തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് കണ്ടോ. നല്ല പോലെ ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ എണ്ണയുടെ അംശമൊക്കെ നല്ല പോലെ ഒന്ന് ഊറ്റിയെടുത്ത ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഈ വേപ്പില പൊടിച്ച പൊടി ഉണ്ടല്ലോ, ഒരു പ്രത്യേക സ്വാദ് തരും നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നമ്മുടെ ചാനലിലെ കൂടെയുള്ള എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.